ഈ രാവിന് ബറാഅത്ത് എന്ന് തന്നെ പേര് വരാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾക്ക് നരകത്തിൽ നിന്ന് മോചനം കൊടുക്കുന്ന രാവാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിൽ കാണാനില്ല. രാത്രി തൻ്റെ കൂടെ കഴിഞ്ഞുകൂടുന്ന ദിവസമാണ്. ആ ദിവസം ആയിഷ ബീവി ഉണർന്നു നോക്കുമ്പോൾ തൻ്റെ ചാരത്ത് കിടക്കുന്ന തൻ്റെ പ്രിയതമൻ മഹാനായ റസൂലുള്ളാഹി തങ്ങളെ കാണുന്നില്ല. മഹദിയുടെ മനസ്സിൽ സംശയങ്ങൾ ഉദിക്കുകയാണ്. നബി എന്നെ ഒഴിവാക്കി എൻ്റെ മറ്റു ഭാര്യമാരുടെ അടുക്കലേക്ക് പോയോ, നബിയുടെ മറ്റു ഭാര്യമാരുടെ അടുക്കൽ നബി തങ്ങൾ പോയോ എന്ന് സ്വാഭാവികമായ ഒരു സംശയം അവരുടെ മനസ്സിൽ ഉദിക്കുകയും അവർ പുറത്തിറങ്ങി നബിയെ തെരഞ്ഞു പോകുമ്പോൾ മഹാനായ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊട്ടടുത്തുള്ള ജന്നത്തുൽ ബഖീയിൽ അവിടെ അന്തിയുറങ്ങുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി രണ്ട് കൈയും മേലോട്ടുയർത്തി ഖാലിഖായ റബ്ബിനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് കാണാൻ പറ്റിയത്. ഇത് കണ്ട ഉടനെ മഹദി തിരിച്ചു പോരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ആയിഷ ബീവിയുടെ നെഞ്ചിടിക്കുന്നത് കണ്ടപ്പോൾ എന്താണ് ആയിഷ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, യാ ആയിഷ അകുൻതി തഖാഫീന അൻ യഹീഫല്ലാഹു അലൈക വറസൂലുഹു, അള്ളാഹുവും അവൻ്റെ റസൂലും നിങ്ങളെ വഞ്ചിക്കുമെന്ന്, നിങ്ങളെ പറ്റിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. അതാനി ജിബ്രീൽ അലൈഹിസ്സലാം, എൻ്റെ അടുക്കൽ ഇന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഹാദിഹി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഇത് ശഅബാനിൻ്റെ 15ന്റെ രാവാണ്. വലില്ലാഹി ഫീഹാ ഉതഖാഉ മിനൻ നാർ, ഈ ദിവസത്തിൽ അല്ലാഹു ഒരുപാട് ആളുകളെ നരകത്തിൽ മോചിപ്പിക്കുമെന്നും ബിഅദദി ശുഊരി ഗനമി കൽബ്, കൽബ് ഗോത്രത്തിലെ ആടുകളുടെ ശരീരത്തിലെ രോമങ്ങൾ കണക്കെ ആളുകളെ അല്ലാഹു മോചിപ്പിക്കും. ഏറ്റവും കൂടുതൽ ആടുകളുള്ള ഒരു ഗോത്രമാണ് കൽബ് ഗോത്രം. അവരുടെ ആടുകളുടെ ശരീരത്തിൽ എത്ര രോമമുണ്ടോ അത്രയും കണക്കെ പാപികളായ ദോഷികളായ ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് വന്ന് പറഞ്ഞു. അതുകൊണ്ട് അത്രയും മഹത്വമുള്ള രാവായത് കൊണ്ടാണ് ഞാൻ പള്ളിക്കാടിൽ അന്തിയുറങ്ങുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ശഫാഅത്തിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയത്. മാത്രമല്ല, ലാ യൻദുറുല്ലാഹു ഫീഹാ ഇലാ മുശ്രിക്കിൻ വലാ മുശാഹിൻ, ഈ ദിവസത്തിൽ അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്ന, അള്ളാഹുവിനോടൊപ്പം മറ്റാരാധ്യ വസ്തുക്കളെ ആരാധിക്കുന്നവർക്കും, വലാ മുശാഹിൻ, തൻ്റെ സഹോദരനോട് കൂട്ടുകാരോട് പിണങ്ങി നിൽക്കുന്നവനും, വലാ ഇലാ ഖാതിഅ റഹീം, കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നവനും, വലാ ഇലാ മുസ്ബിൽ, അഹങ്കാരത്തോടുകൂടെ തൻ്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഇറക്കുന്നവനും, വലാ ഇലാ ആഖിൽ ലിവാലിദൈഹി, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവനും, വലാ ഇലാ മുദ്മിൻ ഖംർ, കള്ളുകുടി നിത്യമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ കക്ഷികളിലേക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടമുണ്ടാവുകയില്ല എന്നും അവർക്ക് ഈ ഓഫർ ലഭിക്കുകയില്ല എന്നും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിമഹത്തരമായ ഒരു രാവാണ് ഇങ്ങനെയുള്ള രാവ്. ഇതിൻ്റെ ഗുണങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട വിശേഷണങ്ങൾ നമുക്കുണ്ടാവരുത്. നമ്മൾ ശിർക്ക് ചെയ്യുന്നവരോ, നമ്മൾ നമ്മുടെ കൂട്ടുകാരോട്, ചങ്ങാതിമാരോട്, സുഹൃത്തുക്കളോട്, വിശ്വാസികളോട് പിണങ്ങി നിൽക്കുന്നവരോ, കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്നവരോ ആവാൻ പാടില്ല. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരാവാൻ പാടില്ല. അങ്ങനെയുള്ളവർക്കൊന്നും ഈ സൗഭാഗ്യങ്ങളൊന്നും കിട്ടുകയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ എല്ലാ ആളുകളോടും നല്ല രൂപത്തിൽ വർത്തിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കുവാനുള്ള സുവർണാവസരമാണ് വിശുദ്ധമായ
ബറാഅത്തിന്റെ രാവ്. അന്ന് മഹാനായ നബി തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയാൻ, മോളെ ആയിഷ, ഇന്ന് നിന്റെ ദിവസമാണ്, അതുകൊണ്ട് ഞാൻ അല്പനേരം എൻ്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ആരാധനയ്ക്ക് വേണ്ടി സമയമൊന്ന് നീക്കി വെച്ചോട്ടെയോ ആയിഷ എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സമ്മതം ചോദിച്ച് മഹാനായ നബി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കാൻ. ബറാഅത്ത് രാവിൽ നബി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നു. അങ്ങനെ ദീർഘമായ നിസ്കാരമാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, നബി സുജൂദിൽ കിടന്നു. സുജൂദിൽ നിന്ന് നബി തങ്ങൾ എഴുന്നേൽക്കുന്നില്ല. ദീർഘമായ സുജൂദ്. ഈ സുജൂദ് കണ്ടപ്പോൾ എനിക്ക് ഭയമായി, നബി തങ്ങളുടെ റൂഹെങ്ങാനും പിടിക്കപ്പെട്ടോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. അത്രക്കും നിശ്ചലമായി അനങ്ങാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തലവെച്ചുകൊണ്ട് മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുകയാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളെ ഒന്ന് ഇളക്കി നോക്കി, ഇളകുന്നുണ്ടോ, ആത്മാവുണ്ടോ എന്ന് നോക്കാൻ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തല ഉയർത്തി മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ആയിഷ നീ ഇങ്ങനെയൊക്കെ കാണിച്ചത് എന്ന്. മഹദി പറഞ്ഞു, നിങ്ങളുടെ റൂഹി പിടിച്ചോ എന്ന് ഞാൻ ഭയപ്പെട്ടത് പോയത് കൊണ്ടാണ്. അപ്പൊ മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ അത്തദ്രി അയ്യ ലൈലത്തിൻ ഹാദി, ഈ രാവ് ഏതാണെന്ന് നിനക്കറിയുമോ ആയിഷ? മഹദി പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, എനിക്കറിയുകയില്ല നബിയെ. എന്നാൽ ഹാദിഹി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഇത് ശഅബാനിന്റെ 15ന്റെ രാവാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല യത്വലിഉ അലാ ഇബാദിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15ന്റെ അന്ന് അല്ലാഹു തന്റെ അടിമകളിലേക്ക് വന്ന് അവരിൽ എത്തി നോക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയഗ്ഫിറു ലിൽ മുസ്തഗ്ഫിരീൻ, ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവർ, പാപമോചനം ചോദിക്കുന്നവർ, തൗബ ചെയ്യുന്നവർ, അവരുടെ എല്ലാം തൗബ അല്ലാഹു സ്വീകരിക്കുമെന്നും വയർഹമുൽ മുസ്തർഹിമീൻ, അല്ലാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി കേണയാചിക്കുന്ന ആളുകളോട് അല്ലാഹു കാരുണ്യം ചെയ്യുമെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല വയുഅഖിറു അഹ്ലൽ ഹഖ്ദി കമാഹും, അസൂയാലുക്കളായ ആളുകൾ, പിണങ്ങി നിൽക്കുന്നതായ ആളുകൾ, അവർക്ക് ഈ പറയപ്പെടുന്ന ഓഫറുകളൊന്നും നൽകാതെ അവരതേ അവസ്ഥയിൽ തന്നെ വിട്ടേക്കുമെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ മഹാനായ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ വളരെയധികം ബഹുമാനിച്ചിട്ടുള്ള, വളരെയധികം ആദരിച്ചിട്ടുള്ള ഒരു വിശുദ്ധമാക്കപ്പെട്ട രാവാണ് ലൈലത്തുൽ ബറാഅയുടെ രാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം നമുക്ക് കാണാം, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമൂ ലൈലഹാ, ശഅബാൻ 15ന്റെ രാവ് വന്നാൽ നിങ്ങൾ അതിൻ്റെ രാത്രികളിൽ ആരാധനകൾ കൊണ്ട് നിങ്ങൾ നിത്യമായി രാവുകളെ നിങ്ങൾ ഹയാത്താക്കണം. വസൂമൂ നഹാറഹ, അതിൻ്റെ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. ഫഇന്നല്ലാഹ യൻസിലു ഫീഹാ ലിഗുറൂബി ശംസി ഇലാ സമാഇദ് ദുനിയ, ആ ദിവസം സൂര്യൻ അസ്തമിക്കുമ്പോൾ ശഅബാൻ 15ന്റെ രാവിൽ അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് വന്നിട്ട് പറയും, അലാ മിൻ മുസ്തഗ്ഫിരിൻ ലീ ഫഅഗ്ഫിറ ലഹു, അലാ മുസ്തർസിഖിൻ ഫഉർസിഖ, അലാ മുബ്തലൻ ഫഉആഫിയ, അലാ കദാ അലാ കദാ ഹത്താ യത്ലഅൽ ഫജ്ർ. പ്രഭാതം വരുന്നത് വരെ, പ്രഭാതം വിടരുന്നത് വരെ അല്ലാഹു ചോദിച്ചുകൊണ്ടേയിരിക്കും, എന്നോട് പാപമോചനം ചോദിക്കുന്നവരില്ലേ, ഞാൻ അവർക്ക് പുറത്തു തരാം. എന്നോട് ഭക്ഷണ വിശാലത ചോദിക്കുന്നവരില്ലേ, ഭക്ഷണത്തിലും നിങ്ങളുടെ ജോലികളിലും ബിസിനസ്സുകളിലും നിങ്ങൾക്ക് അഭിവൃദ്ധി ആവശ്യമില്ലേ, അത് ചോദിക്കുന്നവരില്ലേ, ഞാൻ അവനത് നൽകാം. ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, മാനസികമായി സംഘർഷങ്ങൾ അനുഭവിക്കപ്പെടുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവർ, അവരെന്നോടൊന്നും ചോദിക്കുന്നില്ലയോ, ഞാൻ അവർക്ക് ആശ്വാസവും സമാധാനവും നൽകാൻ തയ്യാറാണ്. അങ്ങനെ ഓരോ കാര്യവും മനുഷ്യരാകുന്ന നമ്മോട് അല്ലാഹു വിളിച്ചു പറയുമെന്ന് ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം അല്ലാഹുവിലേക്ക് അടുക്കുവാനും അവൻ്റെ തൃപ്തിയും അവൻ്റെ പൊരുത്തവും നേടിയെടുക്കുവാനും ഒക്കെയുള്ള സുന്ദരമായ ഒരു അവസരമാണ് വിശുദ്ധമായ ശഅബാൻ 15ന്റെ രാവും അതിൻ്റെ പകലും ആരാധനകൾ കൊണ്ട് ധന്യമാക്കണം. അതിൻ്റെ രാവിൽ നിസ്കാരങ്ങളും ഖുർആൻ പാരായങ്ങളും ഇസ്തിഗ്ഫാറുകളും,
ദാനധർമ്മങ്ങളും അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ധന്യമാക്കുകയും പകലിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മിൽ മൺമറഞ്ഞുപോയ നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ പള്ളിക്കാടിൽ അന്തി ഉറങ്ങുന്ന മുഴുവൻ മുഅ്മിനീങ്ങളെയും അന്ന് നാം പ്രത്യേകം ഓർക്കണം. മഹാനായ നബി തങ്ങൾ അവിടെ ചെന്നവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥന നടത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അത് ചെയ്യൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, ഉത്തരവാദിത്തമാണ്. വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഓരോ മനുഷ്യന്റെയും ഒരു ആയുസ്സിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ മുഴുവനും കണക്കാക്കപ്പെടുന്നത് ശഅബാൻ 15 രാവിലാണ് എന്ന്. തുഖ്തഉൽ ആജാലു മിൻ ശഅബാന ഇലാ ശഅബാൻ. ഒരു ശഅബാൻ മുതൽ അടുത്ത ശഅബാൻ വരെയാണ് ഓരോ മനുഷ്യന്റെയും അവന്റെ അവധികൾ നിർണയിക്കപ്പെടുന്നത്. അടുത്ത ശഅബാൻ വരെ നമുക്ക് ആയുസ് ഉണ്ടാകുമോ, നമുക്ക് എന്തെല്ലാം ഉണ്ടാവണമെന്ന കാര്യങ്ങൾ ഒരു ശഅബാനിൽ തീരുമാനിക്കും. ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു എഴുതി വെച്ച കാര്യങ്ങളാണ്. അത് അല്ലാഹു രേഖപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങളെ അള്ളാഹു പ്രത്യേകം തയ്യാറാക്കുകയും അത് കണക്കാക്കി വെക്കുകയും ചെയ്യും. എന്നിട്ട് ലൈലത്തുൽ ഖദർ 27-ാം രാവ്, ലൈലത്തുൽ ഖദറിന്റെ രാവിൽ അല്ലാഹു തആല ആ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളെ മലക്കുകളുടെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം അള്ളാഹുവിനോട് നമ്മുടെ ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടി, നമ്മുടെ ആയുസ് വർദ്ധിക്കാൻ വേണ്ടി, നമ്മുടെ പ്രയാസങ്ങൾ തീരാൻ വേണ്ടി, മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി പ്രത്യേകം യാസീൻ സൂറത്തുകളൊക്കെ പോലും നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ പൂർവികന്മാരാകുന്ന നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും നമുക്ക് കാണിച്ചു തന്ന വഴി, മഹാന്മാരായ പണ്ഡിതന്മാർ കാണിച്ചു തന്ന വഴി, ശഅബാൻ 15 അന്ന് സൂര്യൻ അസ്തമിച്ചാൽ പ്രത്യേകമായി 3 യാസീൻ നമ്മൾ ഓതാറുണ്ട്. ദുഹാൻ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. അങ്ങനെ പ്രത്യേകമായ പ്രാർത്ഥനകളൊക്കെ നമ്മൾ നടത്താറുണ്ട്. അതൊക്കെ നമ്മളുടെ ആഖിറം രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി നാം ഓരോരുത്തരും അതിനു വേണ്ടി സമയം കണ്ടെത്തി ഈ ദിവസങ്ങളെ, ഈ രാവുകളെ ധന്യമാക്കണമെന്ന് വിനീതമായിട്ട് എല്ലാ ആളുകളോടും ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.